ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പൗളിൻ ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. അനുഗ്രഹീതയായ അമ്മ നമ്മെ നിത്യജീവനിലേക്ക് നയിക്കുന്നു. പാപ്പ. ക്രൈസ്തവർ കടുത്ത വിവേചനം നേരിടുന്നു. മാർ ആൻഡ്രൂസ് താഴ്ത്ത്. മതബോധന PTA ജനറൽ ബോഡി മീറ്റിംഗ് നടത്തി. ഓഗസ്റ്റ് 15 മാതാവിന്റെ സ്വർഗാരോപണ തിരുനാളും ഭാരതത്തിന്റെ 78ാമത് സ്വാതന്ത്ര്യ ദിനവും അതിവിപുലമായി ആഘോഷിച്ചു. വാർത്തകൾ വിശദമായി. അനുഗ്രഹീതയായ അമ്മ നമ്മെ നിത്യജീവനിലേക്ക് നയിക്കുന്നു. പാപ്പ. സ്വർഗാരോപണത്തിന്റെ മഹനീയതയെക്കുറിച്ചുള്ള തന്റെ പ്രസംഗത്തിൽ പരിശുദ്ധ കന്യകാ മറിയം എല്ലായ്പ്പോഴും യാത്രയിൽ നമുക്ക് മുൻപായി പോകുന്നു എന്ന് ഫ്രാൻസിസ് മാർപ്പാപ്പ കത്തോലിക്കരെ ഓർമ്മിപ്പിച്ചു. അതിരൂപതാ വാർത്തകൾ. ക്രൈസ്തവർ കടുത്ത വിവേചനം നേരിടുന്നു. മാർ ആൻഡ്രൂസ് താഴ്ത്ത്. ന്യൂനപക്ഷ ആനുകൂല്യങ്ങളുടെ വിതരണത്തിൽ 80:20 അനുപാതം ഭരണഘടനാ വിരുദ്ധമാണെന്ന് പറഞ്ഞ ഹൈക്കോടതിയുടെ വിധിക്കെതിരെ സുപ്രീം കോടതിയെ സമീപിച്ച സംസ്ഥാന സർക്കാരിന്റെ നിലപാട് ഈ വിവേചനത്തിന് ഉദാഹരണമാണെന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു. 2013 രൂപീകൃതമായ സംസ്ഥാന ന്യൂനപക്ഷ കമ്മീഷനിൽ ഈ സമുദായത്തിൽ നിന്ന് ചെയർമാൻ സ്ഥാനത്തേക്ക് ഒരാളെ പോലും പരിഗണിച്ചിട്ടില്ല എന്നത് അദ്ദേഹം ഓർമ്മിപ്പിച്ചു. ഇടവക വാർത്തകൾ. മതബോധന PTA ജനറൽ ബോഡി മീറ്റിംഗ് നടത്തി. 11/8/2024 ഞായറാഴ്ച 10 മണിയോടെ ദിവ്യബലിയിൽ മതബോധന വിദ്യാർത്ഥികളും മാതാപിതാക്കളും ഒരുമിച്ച് പങ്കെടുത്തു. അന്നേ ദിവസം ദിവ്യബലി അർപ്പിച്ച് വചന സന്ദേശം നൽകിയത് ചിയാരം ചൈതന്യ കൗൺസിലിംഗ് സെന്ററിലെ പ്രശസ്ത മനഃശാസ്ത്ര വിദഗ്ധനായ ബഹുമാനപ്പെട്ട സിജോൺ കുഴിക്കാട്ടുമാലിൽ അച്ഛനാണ്. ഇന്നത്തെ കുട്ടികൾ നേരിടുന്ന മാനസിക പ്രശ്നങ്ങളെക്കുറിച്ച് വിശദീകരിച്ചപ്പോൾ കുടുംബം ഒരു കൗൺസിലിംഗ് സെന്റർ ആവണമെന്നും യേശുവാണ് ഏറ്റവും വലിയ മനഃശാസ്ത്രജ്ഞനെന്നും അച്ഛൻ പറഞ്ഞു. വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം 2024-25 വർഷത്തെ മതബോധന PTA ജനറൽ ബോഡി മീറ്റിംഗ് ബഹുമാനപ്പെട്ട സ്റ്റാർസൺ അച്ഛന്റെ അധ്യക്ഷതയിൽ ചേർന്നു. പ്രസ്തുത യോഗത്തിൽ ശ്രീ സിജോ വിജയ് വചനാധിഷ്ഠിതമായ ജീവിതം നയിക്കുന്നതിനെ കുറിച്ച് ക്ലാസ് നൽകി. ഓഗസ്റ്റ് 15 മാതാവിന്റെ സ്വർഗാരോപണ തിരുനാളും ഭാരതത്തിന്റെ 78ാമത് സ്വാതന്ത്ര്യ ദിനവും അതിവിപുലമായി ആഘോഷിച്ചു. രാവിലെ 6:15 ദിവ്യബലിക്ക് മുഖ്യ കാർമ്മികത്വം വഹിച്ചത് തൃശൂർ അതിരൂപതയിലെ ഡി അഡിക്ഷൻ സെന്ററായ നെസ്റ്റിന്റെ ഡയറക്ടർ ബഹുമാനപ്പെട്ട ടിജോ മുള്ളക്കര അച്ഛനാണ്. അനുദിന ജീവിതത്തിൽ പരിശുദ്ധ അമ്മയെ കൂട്ടുപിടിക്കേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ച് തന്റെ അനുഭവങ്ങളിലൂടെ അച്ഛൻ വ്യക്തമാക്കി. വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം മദ്യവിരുദ്ധ സമിതിയുടെ നേതൃത്വത്തിൽ ദേവാലയ അങ്കണത്തിൽ വെച്ച് മദ്യം ഉപേക്ഷിക്കുന്നതിന്റെ പ്രതീകമായി മദ്യക്കുപ്പികൾ എറിഞ്ഞുടച്ചു. തുടർന്ന് ബഹുമാനപ്പെട്ട ടിജോ അച്ഛൻ ദേശീയ പതാക ഉയർത്തി. അന്നേ ദിവസം CLC അംഗങ്ങൾ തങ്ങളുടെ പതാക ദിനം ആഘോഷിച്ചു. ജീവന്റെ മൂല്യം ഉയർത്തി കാണിച്ചുകൊണ്ട് മതബോധന വിദ്യാർത്ഥികൾ സെന്റ് മേരീസ് കപ്പേളയിലേക്ക് സൈക്കിൾ റാലി നടത്തി. പരിശുദ്ധ അമ്മയോടുള്ള ഭക്തിയാദര സൂചകമായി രാവിലെ 9 മണി മുതൽ 4:30 വരെ 1000 മണി ജപമാല ചൊല്ലി മാതാവിന് സമർപ്പിച്ചു. വികാരിയച്ഛന്റെ നേതൃത്വത്തിൽ നടന്ന വചനധ്യാനത്തോടെയുള്ള ജപമാല അർപ്പണം വിശ്വാസികളെ ഏത് പ്രതിസന്ധി ഘട്ടത്തിലും തങ്ങൾക്ക് കയ്യിലെടുക്കാവുന്ന ഒരു ആയുധമാണ് ജപമാല എന്ന ബോധ്യത്തിൽ ആഴപ്പെടാൻ സഹായിച്ചു. ഇതോടെ വാർത്തകൾ അവസാനിച്ചു. വാർത്തകൾ വായിച്ചത് ഏഞ്ചലിൻ ജെയ്മോൻ.